ഇത്ര സുന്ദരിയായിട്ടൊരു പെണ്ണെ കണ്ടില്ല. നല്ലൊരു കുഞ്ഞ് വല്യപ്പന് വണ്ടി ഒരുപാട് ഇഷ്ടമായിരുന്നടാ. അപ്പായായിരുന്നു ഞങ്ങളുടെ ഉള്ളിനോട്. വെറുതെ പറഞ്ഞു സൂപ്പർ. സൈലന്റ് കാമ. ഹൈദരാബാദിൽ കൊണ്ടുപോയി മീൻകുളിയൊക്കെ മേടിച്ചു കൊടുക്കാം. പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരു കൂട്ടം. പറഞ്ഞു പറയിച്ചു പുറത്തോട്ട് പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. മണിക്കൂട്ടൻ എന്നാണ് വിളിക്കാറ്. ഞാൻ ഇതിലെ രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. ഫോട്ടോ എടുത്തല്ലേ എന്റെ അവിടെ ശരിയല്ല, എന്റെ ഇവിടെ ശരിയല്ല. മമ്മി സ്ഥിരം വ്യൂവറാ. മമ്മിയുടെ വീഡിയോ സൈഡിൽ കൂടെ കണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് കൊടുങ്ങൂരാണ്. ഇന്ന് ജിത്തിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നേരെ പോകുന്നത് അങ്കമാലിയിലേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും വർക്കാണ്. ഇവര് പെന്തിക്കോസ്തില് ഷാരോൺ ചർച്ചിലാണ് പോകുന്നത്. നമുക്ക് ഈ അടുത്തിടയിൽ ഒരുപാട് പെന്തിക്കോസ്ത് വെഡിങ് ബുക്കിംഗ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കാം എല്ലാവരും വിളിക്കുന്നത്. മനോഹരമായ ഒരു വീടാണ് കേട്ടോ. അപ്പൊ ചെക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെയാണ് റോഡ് കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങനെ വലിയൊരു ആഞ്ചിലമരം ഉണ്ട് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ട് ഇത്രയും സൗകര്യമുണ്ട്. ആണ്. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഫാമിലിയിലേക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തിക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഫാമിലിക്ക് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ. നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. കല്യാണ വീടുകളിലെ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ ഏറ്റവും നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാനും എൻ്റെ ടീം ഒക്കെ റെഡിയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ കോൺടാക്ട് നമ്പർ ഉണ്ട്, വിളിക്കാം. വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഇത് ജിത്തിന്റെ ഇവിടുത്തെ പപ്പാടെ ചേട്ടൻ. മൂന്നാണുങ്ങളാണോ? ഒഫീഷ്യൽ നെയിം എങ്ങനെ? കാൻഡിഡ് എന്ന് പറയുമ്പോഴേ ആൾക്കാർ കാണുമ്പോൾ ഒരു വാവ് സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേ ചിലപ്പം ഒരാൾ സ്റ്റേജിൽ വിഷയം വരുമോ, സാധനം അത് എല്ലാവരും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിലുണ്ടാവും ഇവരൊക്കെ ഷൂട്ട് ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കണം, നമ്മളിങ്ങനെ ചിരിക്കണം, നമ്മളെ ആൾക്കാർ ഇങ്ങനെ നോക്കും. ആ ഒരു ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമല്ലോ. മെന്റലി അത് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ ചിരിക്കാം, ഇങ്ങനെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കറക്റ്റ് ലൈറ്റ് നല്ല രസമുണ്ട്. പിക്ചർ ഓക്കെ. അമ്മയാണോ? കൊച്ചുമക്കളെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കൊച്ചുമക്കളില്ലേ? മക്കളുണ്ടായതിനെക്കാട്ടി സന്തോഷമല്ലേ കൊച്ചുമക്കളുണ്ടാവും? അതാണ് നമ്മുടെ ജിത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ക്യാമറയുടെ മുമ്പ് നിൽക്കാൻ പുള്ളിക്കാരന് വലിയ ഐഡിയ ഒന്നുമില്ല. അത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. കാൻഡിഡൊക്കെ മതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അടിപൊളി ഒരു സെഷനാണ്. മോർണിംഗ് ആളുടെ സോളോ എടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് നമുക്ക് എല്ലാവരും ആർട്ടിസ്റ്റ് ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും പ്രൊഫഷണൽ ആർട്ടിസ്റ്റിൽ ഇങ്ങനെ നിൽക്കണം, അങ്ങനെ എല്ലാവരും അങ്ങനെയാണ്. എൻ്റെ വീഡിയോ കാണുന്ന കപ്പിൾസൊക്കെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പടങ്ങൾ എല്ലാ ബ്രൈഡും ഗ്രൂമും ഒരുപോലെ ആകണമെന്നില്ല. ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫറും ഈ കപ്പിൾസ് നമ്മളൊരു മെന്റലി അറ്റാച്ച്മെന്റ്, ഇതൊക്കെ ആയിരിക്കും പടങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഔട്ട്പുട്ട്. അവരെ കംഫർട്ടബിൾ ആക്കി അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ജോലി ചെയ്യുക. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. ഇളയാണ് ജിത്ത് മോനെ. മൂത്താളുടെ പേരെന്താ? ജെയ്മി. രണ്ടാമത്തെ ജെയ്മി, ജീനു, ജിത്ത്. ജെയ്മി ഒക്കെ കാനഡയിൽ. ജീനു ഡെന്റിസ്റ്റാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, ഇടയ്ക്കൊക്കെ പോകുന്നേ ഉള്ളൂ. ഒറ്റപുത്രനാണല്ലോ ആണായിട്ട്. ആളിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാ? സൈലന്റ് കാമ. പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരു കൂട്ടമാണ്. രാവിലെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ അടിപൊളിയായിട്ട് എടുത്തു കഴിയുമ്പോ കുഴപ്പമില്ല. ആദ്യം ഒരു ഇതുണ്ട് അവന്. പപ്പായെ കുറിച്ച്? പപ്പായായിരുന്നു ഞങ്ങളുടെ ഉള്ളിനോട്. അത് പറഞ്ഞിട്ട് പോയില്ലേ. പപ്പായ അല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. ആളെത്ര വർഷമായി കാനഡയിലൊക്കെ പോയിട്ട്? മോള് 2012 പോയതാ. മരുമോന് 2009 പോയതാ. പപ്പയൊക്കെ ഉള്ള സമയത്ത് മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ എന്തായിരുന്നു ശരിക്കും? മക്കള് നന്നായി ജോലി പഠിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു പപ്പായ്ക്ക്. അതുകൊണ്ടാണ് ഇവനെ കാനഡയിൽ വിട്ടത് പ്ലസ് 2 കഴിഞ്ഞ്. മമ്മിയുടെ ഇപ്പോഴത്തെ സന്തോഷം എങ്ങനെ? എത്രയും പറഞ്ഞറിയിക്കാൻ പറ്റും? നല്ല സന്തോഷം. മോന്റെ കല്യാണോടെ കഴിഞ്ഞ എന്റെ ഫ്രീ ആയിട്ട് പോകും, ഞാൻ ഫ്രീ ആവും. ക്രിസ്ത്യനെ കുറിച്ചോ? ക്രിസ്ത്യന നല്ലൊരു കുഞ്ഞ്, നല്ല സ്നേഹമുള്ള, നല്ല നമ്മളോട് നല്ലൊരു കരുതലുള്ളത് തന്നെ. വളർന്നു ഇവര് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക അംബീഷനൊന്നും ഇല്ലാന്ന്. അവനങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മൂത്തവള് അവൾക്ക് അന്ന് നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു. അവളും അങ്ങനെ പഠിച്ചു. പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. ഇവനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നിർബന്ധിച്ച് വിട്ട പോലെ വിട്ടതാണ്. തന്നെയാണോ? അല്ല, മോളുണ്ട്, രണ്ടാമത്തെ അവളുണ്ട്. അവൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നു. കാനഡയിൽ പോയി. ഞാൻ 2 പ്രാവശ്യം പോയി. നടക്കണ്ടേ? ഒരു വർഷം പോയപ്പോ നല്ല ഐസ്, ഡിസംബറിൽ പോയി. ഒരു വർഷം പോയപ്പോ സമ്മർ ആയിരുന്നു. ആ 2 അനുഭവം ഉണ്ട്, കുഴപ്പമില്ല. എത്ര കൊച്ചുമക്കളുണ്ട്? 3 പേര്? അല്ല, 4 ഉണ്ട്, 6 പേര്. മൂത്ത 4 പേര്, മോക്ക് 2 പേര്. വീഡിയോ എടുക്കുമ്പോ അതിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള കുറച്ച് റീൽസ് കാണാറുണ്ട്. ഇവിടെ എത്ര വർഷമായി ചർച്ചിലായിട്ട്? ഞാൻ നമ്മുടെ മണവാള
ഞങ്ങൾ മണിക്കുട്ടൻ എന്നാണ് വിളിക്കാറ്. ജിക്കെ മാണി പേര്. തന്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമുക്കറിയാം. നല്ലൊരു യൗവനം. നേരത്തെ അറിയാവുന്ന ആളാണോ? കുഞ്ഞു തൊട്ട്. അല്ല പാസ്റ്റർ അപ്പം സ്വദേശി വീടാണോ? ചർച്ച് സ്വദേശ വീട് തന്നെയാണ്. ചർച്ച വീട് തന്നെയാണ്. എന്റെ സ്വന്തം വീടാണ്. ചെറു ബാല്യം തൊട്ട് അവന്റെ യൗവനദശയിലുള്ള കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. സൺഡേ സ്കൂളാവും പഠിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതാണ്. ഞങ്ങൾക്കൊരു യൂത്ത് മീറ്റിംഗ് ഉണ്ട്, CYF ക്രിസ്ത്യൻ യൂത്ത് ഫെലോഷിപ്പ്. അദ്ദേഹം അതിൽ വളരെ ആക്റ്റീവായിരുന്നു. നല്ലപോലെ പാടുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് കാനഡയിലേക്ക് പോകുന്നത്. കാനഡയിൽ നിന്ന് പോയിട്ട് പിന്നെ കുറച്ച് അവിടുത്തെ PR ഒക്കെ കിട്ടാൻ കുറച്ച് ലേറ്റ് വന്നുകൊണ്ട് അതവിടെ നിൽക്കുവാനിടയായി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒന്ന് കാണുന്നത്. വളരെ സന്തോഷം. അവനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് പറയും ക്രിസ്ത്യനെ കുറിച്ച്? ഇത്ര സുന്ദരിയായിട്ടൊരു പെണ്ണെ കണ്ടില്ല. അപ്പൊ കേട്ടാന്ന് ഓർത്തു. കാനഡയിൽ ഇത്രയും പോയിട്ട് കിട്ടിയില്ലേ? തപ്പിട്ട് കിട്ടിയില്ല. സൗന്ദര്യം മാത്രമാണോ? സൗന്ദര്യം മാത്രമല്ലോ, നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു കംഫോർട്ട്. ഇത് കഴിഞ്ഞാണ് സൗന്ദര്യം. ഇത് കൺഫേം ആക്കി എന്ന് പറയാനുള്ള ഒരു റീസൺ കാണുമല്ലോ. പുള്ളിക്കാരുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളും എല്ലാം കൂടെ കേട്ടപ്പോൾ നമ്മളുമായിട്ട് മാച്ച് ആവും തോന്നി. സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വഴി കൂടെ വന്ന പോലാണോ? അതാണ് ഏകദേശം. ഞങ്ങൾ രണ്ടുപേരും +2 കഴിഞ്ഞ് ഒരുമിച്ച് നല്ല. ഞാൻ +2 കഴിഞ്ഞ് പോയി, അവളും +2 കഴിഞ്ഞ് പോയി. അപ്പൊ ഏകദേശം ഒരുപോലെയാണ് ലൈഫ് ഇതായിപ്പോയത്. പേരൻസിനെ കുറിച്ച് ഓർക്കുമ്പോ എന്തൊക്കെയാണ്? അവരെല്ലാം ഇവിടെ ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പപ്പയെ കുറിച്ച് ഓർക്കുമ്പോഴും? പപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ വേണ്ടതായിരുന്നു. പപ്പയുടെ ഡ്രീം എന്തെങ്കിലും പറഞ്ഞു? മക്കളെ കുറിച്ചുള്ള ഡ്രീം? പപ്പയുടെ ഡ്രീമും സന്തോഷമായിട്ട് പോവാ അതാണ് പപ്പയുടെ മെയിൻ. നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പുള്ളി സമ്മതിക്കും. അതാണ് പുള്ളിക്കായിട്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നീ ഇഷ്ടമുള്ളത് ചെയ്യാ. റൈറ്റ് സൈഡ് നിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങ് ആഗ്രഹിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരമില്ല. നമ്മള് സംസാരിച്ചാൽ ഇതിനെ കുറിച്ചോ വണ്ടിയെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരമൊക്കെ. വണ്ടി പ്രാന്തനായിരുന്നു. ട്രക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നോണ്ട്, ടോറസ് ഒക്കെ ഓടിച്ചുകൊണ്ടിരുന്നോണ്ട് പുള്ളി വണ്ടിയുടെ ഒരാളായിരുന്നു. മക്കള് വരുമ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെമ്മറിയാണ് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച്. എന്റെ വല്യപ്പന് വണ്ടി ഒരുപാട് ഇഷ്ടമായിരുന്നടാ. പപ്പായുടെ ബ്രദർ പറ മോനെ കുറിച്ച്. ജിത്തിനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തോ? മനു. സൂപ്പർ. പറഞ്ഞു പറയിച്ചു. ഇവിടെ കല്യാണം കഴിച്ചിരുമ്പോ ഇല്ല. പപ്പ ഏറ്റവും ഇളയതല്ലേ? പപ്പ ഏറ്റവും ഇളയത്. ഞാനാണ് കുടുംബത്തിലെ ഏറ്റവും ഇളയത്. അർത്ഥമുണ്ട് അറിയോ? കുഞ്ഞു നാളിലൊക്കെ എത്ര വട്ടം കിടന്നിട്ടുണ്ടായിരിക്കും അറിയോ? ഈ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ലൈഫ് തന്നെ അങ്ങ് മാറുകയാണ്. പേരൻസിൽ നിന്ന് വൈഫിലേക്കുള്ള ഒരു വലിയൊരു ജേർണി, ട്രാൻസിഷൻ. അതെ. മനുവിനെ കുറിച്ച് ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് മനു പ്രത്യേകം പെങ്ങൾക്ക് പറയാൻ. ഏറ്റവും ഇളയതല്ലേ? പറ. നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസമാണ്? 10 വയസ്സ്. മദറിന്റെ കെയർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അളിയനപ്പുറത്ത് ഇപ്പുണ്ട്. അളിയൻ പറയാ. ക്യാമറ കണ്ടപ്പം പറഞ്ഞു എനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും വല്ല ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ ആളാ. ചുമ്മാതാ, ഭയങ്കര പെർഫോമൻസാ. വെറുതെ പറഞ്ഞ അവന്റെ പൊളിക്കായിരുന്നു. അങ്കമാലിയിൽ വെച്ച് നടന്ന എൻഗേജ്മെന്റ് ആണ് ജിത്തിന്റെയും ക്രിസ്റ്റീനയുടെയും കേട്ടോ. ജിത്തിന്റെ വീട്ടിലേക്കാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. ജിത്തിന്റെ മമ്മിയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ക്ഷണിച്ചത് കേട്ടോ. ക്രിസ്റ്റീനയുടെ സൈഡും നമ്മൾ തന്നെയാണ് ക്ഷണിക്കുന്നത് കേട്ടോ. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പങ്കുചേരേണ്ട ദിവസം കൂടാണ്. ബന്ധുമിത്രാദികളെ കാണാനും സ്നേഹം പങ്കിടാനും പരസ്പരം കാര്യങ്ങളൊക്കെ അറിയാനും പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമാണ്. മനോഹരമായ നിമിഷങ്ങള് ഇങ്ങനെ രസകരമായ രീതിയിൽ നല്ല ഓർമ്മകളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കല്യാണം കൂടി എത്ര നാളായി? ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നത്തെ പോലെ തന്നെയാണോ? അല്ല, ഇവരൊക്കെ ഡെയിലി കല്യാണം കൂടുന്നവരാന്ന്. അവര് തമ്മിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ ആരാദ്യം വിളിച്ചേ? ആണോ? ക്യാഷർ? എന്നാണ് ഹൈദരാബാദിലേക്ക് മാറുന്നത്? പുറത്തോട്ട് പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പപ്പയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പപ്പയെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ കല്യാണത്തിന് മാത്രമേ പപ്പ ഉണ്ടായിരുന്നുള്ളൂ. എന്റേതിനും ഇല്ലായിരുന്നു. അതിന്റെ ഒരു വിഷമമുണ്ട്. എന്നുണ്ട് മമ്മി എന്റെ വീഡിയോ കാണുന്ന ആളാ. മമ്മി സ്ഥിരം വ്യൂവറാ. മമ്മിയുടെ വീഡിയോ
വീഡിയോ സൈഡിൽ കൂടെ കണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. മമ്മി എല്ലാ വീഡിയോ ഇരുന്ന് കാണാം. അമ്മ ആരാ കാണിച്ചത് വീഡിയോ? ഞാൻ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ കിട്ടി ആദ്യം, പിന്നെ അങ്ങനെ കാണാൻ തുടങ്ങിയത്. കണ്ടിട്ട് എന്ത് തോന്നി? ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? പിന്നെ റീൽസ് ഒക്കെയാണ് അടിപൊളിയായിട്ട്. ഇൻസ്റ്റാഗ്രാമില് നമ്മളെ അളിയൻ ചെറുക്കൻ്റെ ഏറ്റവും ഇളയ ചങ്കളിയൻ തമ്പികളി ഹൈദരാബാദിൽ കൊണ്ടുപോയി മീൻകുളിയൊക്കെ മേടിച്ചു കൊടുക്കാൻ അളിയൻ ചെറുക്കനുള്ള ഉപദേശം എന്തോ എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു. നല്ല ഉപദേശം അതേ ഉള്ളൂ. നല്ല ഉപദേശം അണിയഞ്ചേരാൻ കിടുവാണ്. ഇത് നമ്മുടെ അളിയന്റെ മൂത്തളിയൻ. ഞാൻ ഇതിൽ രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. ചിരിക്കാൻ പറ്റുമോ? ലാവിഷായിട്ടിരിക്കാം. അത്രേ ഉള്ളൂ. അങ്ങോട്ട് നോക്കി. ഇത് നമ്മുടെ രണ്ടാമത്തെ മരുമോന്റെ അളിയൻ. ക്ഷീണിച്ചാ? ഇനിയൊരു കല്യാണത്തിനില്ലല്ലേ? ഇനി മക്കളില്ല. നീ ഇവരോട് എൻജോയ് ചെയ്യ. ഹാർട്ട് ബീറ്റ്സ് ഇല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ഇങ്ങനെ തല വെച്ചിട്ടുണ്ട്. അയ്യോ നോക്കിട്ട് പോയാൽ മതി. ഒരെണ്ണം അങ്ങനെ അടിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു മത്സരാർത്ഥിയായിട്ടൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഈ ഡ്രസ്സൊക്കെയാണ്. സിംഗിൾ ഫോട്ടോ എടുക്കുന്നു. എടുത്ത് രാവിലെ ഞങ്ങൾ രാവിലെ സെറ്റ് ആയിരുന്നു. അതെ പൊളിയല്ലേ? എപ്പോ ഫോട്ടോ എടുത്താലും എന്റെ അവിടെ ശരിയല്ല, എന്റെ ഇവിടെ ശരിയല്ല. പക്ഷെ ഇപ്പൊ മൊത്തം ശരിയായത് കൊണ്ട് നല്ല പടമായിരുന്നു. അപ്പൊ കാണാം. ബൈ. ശരിയാണ്, കാണാം. താങ്ക് യു.